ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ എഗ് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ ബാക്കി വരുമ്പോൾ അത് വെറുതെ പിറ്റേ ദിവസമൊക്കെ വെറുതെ കളയുന്നതിന് പകരം ഇങ്ങനെ ഒരു വെറൈറ്റി ഡിഷായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഭക്ഷണം ഒരിക്കലും പാഴാക്കാതിരിക്കുക. പിന്നെ റെസിപ്പി കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നോടെ അപ്ലൈ ചെയ്യണം. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് തലേ ദിവസം പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ബാക്കി വന്നാലും പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ പെട്ടെന്ന് കറിയൊന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണിത്. ഇനി സവാളയും പച്ചമുളകും പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊറോട്ടയാണ് എടുക്കുന്നത്. പൊറോട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പുള്ളതാണ്, എന്നാലും ഈ മസാലയ്ക്ക് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ആദ്യമേ കുറച്ച് ചേർക്കുക, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ സവാളയ്ക്ക് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ കുറേശ്ശെ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ. കാര്യം ഇവിടെ ഞാൻ 2 പൊറോട്ടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇവിടെ മസാല നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം വേണം ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിന് മുകളിലേക്ക് പൊറോട്ട ചെറിയ പീസസ് ആയിട്ടൊന്ന് നുറുക്കിയതിന് ശേഷം അതും കൂടെ ചേർത്ത് അപ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മുട്ട ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ വേണം പൊറോട്ടയോ ചപ്പാത്തിയോ നിങ്ങൾ എന്താണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ കറിയുടെയൊന്നും ആവശ്യമില്ല. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിക്കുക. അപ്പം മുട്ടയും പൊറോട്ടയൊക്കെ നന്നായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിങ്ങനെയൊരു ഡ്രൈ കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ് പൊറോട്ട തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.